നിങ്ങൾ ഡെയിലി ക്രിയാറ്റിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് സ്ട്രോങ്ങർ ഇൻ ജിം. അതുപോലെ തന്നെ നിങ്ങളുടെ മെന്റൽ ക്ലാരിറ്റിയും ഇംപ്രൂവ് ആവും. നിങ്ങൾ ഡെയിലി വേ പ്രോട്ടീൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഡെയിലി പ്രോട്ടീൻ ഗോൾ അച്ചീവ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ റിക്കവറി ഫാസ്റ്റർ ആവും. നിങ്ങൾ വൈറ്റമിൻ D3 യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബോൺ ഹെൽത്ത് ഇംപ്രൂവ് ആക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഹോർമോണൽ ഹെൽത്ത് ഇംപ്രൂവ് ആക്കാനും ഹെൽപ്പ് ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ, വൈറ്റമിൻ D3 ഒരു ഡെയിലി സപ്ലിമെന്റ് അല്ല. ലെറ്റ്സ് ടോക്ക് സം സിമ്പിൾ സയൻസ്. ടെക്നിക്കലി പറയുമ്പോൾ ഇതൊരു ഫാറ്റ് സോളുബിൾ വൈറ്റമിൻ ആണ്. പക്ഷേ ഇൻ അവർ ബോഡി ഇതൊരു ഹോർമോണിനെ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ബ്ലഡ് റിപ്പോർട്ട്സ് എടുത്ത് ഡെഫിഷ്യൻ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് വൈറ്റമിൻ D3 എടുക്കാം, ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോടുകൂടി മാത്രം. ഈവൻ ഒരു ന്യൂട്രീഷനിസ്റ്റ് പോലും ഇതിന്റെ പ്രിസ്ക്രിപ്ഷൻ എത്രയാണെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. എൻ്റെ ഫ്രണ്ട് വൈറ്റമിൻ D ടാബ്ലറ്റ് എടുക്കുന്നുണ്ട്, അവൻ്റെ ജോയിന്റ് പെയിൻ മാറി. അതുകൊണ്ട് എനിക്കിതൊക്കെ വരാതിരിക്കാൻ വേണ്ടി ഞാനും വൈറ്റമിൻ D എടുക്കാം. ഇങ്ങനെ കഴിക്കാനുള്ളതല്ല വൈറ്റമിൻ D. വൈറ്റമിൻ D3 നീഡ്സ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ സ്കിൻ ടോൺ, ഹെൽത്ത് സ്റ്റാറ്റസ്, വെയിറ്റ്, ഡെയിലി ഡയറ്റ് ആൻഡ് സൺ എക്സ്പോഷർ ഓൾസോ. സപ്ലിമെന്റ്സ് നിങ്ങളുടെ പ്രോബ്ലംസ് ഹീൽ ചെയ്യാൻ മാത്രമല്ല, ചിലപ്പോൾ അത് ഹാംഫുള്ളും ആകും. ഇൻ കേസ് ഓഫ് വൈറ്റമിൻ D3 നമ്മൾ ആവശ്യമില്ലാതാണ് എടുക്കുന്നതെങ്കിൽ അതൊരു ടോക്സിസിറ്റി ഡെവലപ്പ് ചെയ്യും. കാൽഷ്യം ഡിപ്പോസിഷൻ കൂടാം, ചിലപ്പോൾ കിഡ്നി സ്ട്രെസ് ഉണ്ടാവാം. നിങ്ങൾക്ക് വൈറ്റമിൻ D3 എടുക്കണമെന്നൊരു തോന്നൽ വരികയാണെങ്കിൽ ഓൾവേസ് കൺസൾട്ട് എ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ. നെവർ ടേക്ക് വൈറ്റമിൻ D3 ബ്ലൈൻഡ്ലി. ഐ ഹോപ്പ് ദിസ് ഹെൽപ്സ്.